നിങ്ങളൊരു കോഫി ലവറാണ്, നിങ്ങൾ ബാംഗ്ലൂർ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ മിസ് ചെയ്യാൻ പാടില്ല. നല്ല ഫിൽറ്റർ കോഫിയും ഇഡ്ഡലിയും പൂ പോലത്തെ ഇഡ്ഡലി പറയില്ലേ, അത് അവൈലബിൾ ആണ് ഇവിടെ. ഞങ്ങൾ കല്യാൺ നഗറിലാണ് പോയത്, പക്ഷേ ഇന്ദിരാനഗറിലുണ്ട്, കൊറമംഗലുണ്ട്, HSR ലേഔട്ടിലുണ്ട്, ബ്രൂക്ക് ഫീൽഡിലുണ്ട്, പിന്നെ പല സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് നെറ്റിൽ നിന്ന് അവൈലബിൾ ആണ് അതിൻ്റെ എല്ലാം വിവരങ്ങൾ. അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് മോർണിംഗ് ടിഫിനൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ വേർത്താണ്. മോർണിംഗ് ടിഫിൻ മാത്രമല്ല, ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്, പിന്നെ വൈകുന്നേരങ്ങളിലും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം വെജാണ്, വെജിൽ ഔട്ട്ലെറ്റ്സ് ആണ്. 10:30 വരെ, 7 AM to 10:30 വരെയാണ് ടൈമിംഗ് കാണിക്കുന്നത്. ഞങ്ങൾ പോകുന്ന ദിവസം, അതായത് ഞങ്ങൾ റിട്ടേൺ വരുന്ന ദിവസം അന്ന് രാവിലെ ഇവിടുന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഓച്ചൂട്ടിയാണ് ഞങ്ങളവിടെ കൊണ്ടുപോയത്. നല്ല സ്ഥലമായിരുന്നു, ഞങ്ങൾ ഒത്തിരി ആസ്വദിച്ചു. ഞങ്ങൾ വീക്കെൻഡ്സ് അല്ലാത്തത് കൊണ്ട് അത്ര ക്രൗഡ് അല്ല. അത് സാധാരണ വീക്കെൻഡ്സ് ഇവിടെ ക്രൗഡ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മുടെ തനതായ വാഴയിലയിലാണ് നമുക്ക് ആ ഇഡ്ഡലി തന്നെ. പിന്നെ അവിടുത്തെ ഇത് സാമ്പാർ വിളമ്പുന്ന ചെറിയൊരു പാത്രം ഉണ്ട് കേട്ടോ. ഇത് ഏത് ഇലയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ മെതുവട പറയില്ല, ആ സാധനം അടിപൊളിയായിരുന്നു. ദിയാക്കുട്ടിനൊക്കെ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. നമ്മുടെ ചട്നിയിലൊക്കെ മുക്കി അങ്ങനെ മെതുവട ഇങ്ങനെ ചട്നി സാമ്പാറിലൊക്കെ മുക്കി കഴിക്കണം. മക്കൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരും നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഇഡ്ഡലിയും സാമ്പാറും. സൈച്ചാൻ അന്ന് വാങ്ങിച്ചത് എനിക്കൊന്ന് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് പുള്ളിക്ക് അത്ര അങ്ങോട്ട് സന്തോഷം വന്നില്ല, എന്നാലും ഓക്കെ. ഓസ്റ്റിൻ്റെ ഓരോ കലാവിരുദ്ധകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓസ്റ്റിന് ഓരോ അനിയത്തിമാരും അനിയനുമായിട്ടൊക്കെയുള്ള കലാവിരുദ്ധകൾ. അവർ ഒരു ടേബിളിലായിരുന്നത്, ദാനിക്കുട്ടനും നിതിമോളും ദിയാക്കുട്ടനും കൂടെ. അപ്പോൾ അവർ തമ്മിൽ ഇൻട്രാക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ്, വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ചെരുപ്പ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നോക്കി. ഇത് അവൻ വാങ്ങിച്ചത്, ദാനിക്കുട്ടൻ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓച്ചിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ഫോട്ടോസ് എടുപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാന വിനോദം ഇവരുടെ. അപ്പം അവനെ കൈ കിട്ടിയതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. നമ്മൾ ചില ഫോൾഡറിലൊക്കെ ഫോട്ടോസ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് പോസ്റ്റ് ചെയ്തിടണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് അവരുടെ ഇട്ടെന്നേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ അത് നല്ലൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുവാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് കാണാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്.